എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരച്ഛൻ്റെ കഥ പറയാനാണ് കേട്ടോ. ഒരച്ഛൻ്റെ കഥ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആള് തന്നെയാണ് ആള്. എന്താണ് കഥ എന്ന് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതിന് മുന്നിലേക്ക് ഞാനൊരു ശബ്ദ സന്ദേശം അയക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, കേൾപ്പിക്കുന്നതുകൊണ്ട് കേൾക്കാം. സർ, ഗുഡ് മോർണിംഗ്. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പം നമുക്കൊരു രഹസ്യ വിവരം കിട്ടിയേക്കുന്നത്, ഈ അവർക്ക് ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാത്ത കാരണത്താലാണ് അവര് നമ്മുടെ ഈ പെർമിറ്റ് തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വിവരം നമുക്ക് രഹസ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആക്കി കൊടുത്തല്ലോ, കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ഓക്കെ ആക്കി കൊടുത്തു. പക്ഷെ ഇവരിത് സൈൻ ചെയ്യാൻ മടിക്കുന്നതിന്റെ കാരണം അവിടെ ഒരു മാഫിയ ഉണ്ട് അതിനകത്ത്, ആ ഇവരുടെ ഡിപ്പാർട്ട്മെന്റില്. അപ്പം എന്ത് കാര്യത്തിന് പോണേലും പാരിതോഷികങ്ങൾ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ള വിവരമാണ് തന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? അപ്പം സാർ, എനിക്ക് അതിനുള്ള അഭിപ്രായം എന്താന്ന് വെച്ചാൽ എന്നെ അറിയിക്കണം. കാരണം അന്ന് അവിടെ നോക്കാൻ വന്നതിനും ഒക്കെ ഞാൻ കൈമടക്ക് കൊടുത്തായിരുന്നു, ആൾക്കാരെ മീഡിയേറ്ററായിട്ട് നിർത്തി കൊടുത്തു. അപ്പൊ ഇനി ഇതിന് എന്താ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ, എത്ര എങ്ങനെ നമ്മളിപ്പോ അതിന്റെ പുറകെ പോകാനും ഒക്കത്തില്ലല്ലോ. നമ്മള് സാറൊന്ന് ആലോചിച്ചിട്ട് എന്നെ ആ വിവരം സമയം പോലെ ഒന്ന് അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്ത ഉപകാരമായിരുന്നു. അതിന് വേണ്ട മേൽനടപടികൾ സ്വീകരിക്കണോ എന്നുള്ളതും കൂടാണ് എനിക്ക് സാറിനെ ഓർമ്മപ്പെടുത്താനുള്ളത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ. ഈ ശബ്ദം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നാളും ഞാൻ പറയുന്നില്ല, ജോലിയും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കൊരു കഥ പറയാനുണ്ട്. ഈ കഥ നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. കൊല്ലത്ത് ഒരു മഹാകലാകാരനുണ്ടായിരുന്നു. ആള് ഒരുപാട് TV പ്രോഗ്രാമിലൊക്കെ ഓരോ പരിപാടിയൊക്കെ അവതരിപ്പിച്ച മനുഷ്യനാണ്. അതിമനോഹരമായിട്ട് തന്നെ ചില നടന്മാരെ അനുകരിക്കുന്ന ഒരു മനുഷ്യൻ. ഒട്ടനവധി ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. സുനി എന്നാണ് പേര്. ഈ സുനിക്ക് ഒരു ഭാര്യയുണ്ട്. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അങ്ങനെ ഭാര്യയാണെന്ന് തോന്നുന്നു. ആ ഒരു ഭാര്യക്ക് ഇപ്പോൾ വലിയ എന്തോ ഒരു അസുഖമൊക്കെ ആയിട്ട് കിടപ്പിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ ഭർത്താവ് ഈ സുനി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കാർ അപകടത്തിൽ മരണപ്പെടുന്നു. ഈ കാർ അപകടത്തിൽ മരണപ്പെട്ട സമയത്ത് ഒരുപാട് ആളുകൾ അവരെ സഹായിക്കാനൊക്കെ ആയിട്ട് രംഗത്ത് വന്നു. കാരണം ഇത്ര നല്ലൊരു കലാകാരനായിട്ടും ഒരു രൂപ കയ്യിലില്ല. ആസ്പെറ്റോസ് ഒക്കെ ഇട്ട ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിലാണ് ആൾ താമസിച്ചിരുന്നത് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് ആളുകൾ സഹായിക്കാൻ വന്നു. അങ്ങനെ ഏതോ ഒരു TV ചാനൽ ഇവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു. ആ സമയത്താണ് എൻ്റെ വീടിൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു മനുഷ്യൻ, ഈ വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാൾ ഇടപെടുന്നത് വീട് വെച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ ഭൂമി വേണ്ടേ എന്നുള്ളത്. ഉടനെ തന്നെ ആ പ്രമുഖ ചാനലിന്റെ ഓണറായിട്ടുള്ള വ്യക്തി, ഏതോ ഒരു നായർ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു ആളുടെ പേര്, ആ മനുഷ്യൻ ഒരു അച്ഛനെ പോയി കാണുന്നു. ഏതോ ഒരു അച്ഛനെ പോയി കാണുന്നു. ഈ അച്ഛനോട് പറയുന്നു, നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് ആളുകളെ സഹായിക്കുന്നതല്ലേ, വീടൊക്കെ വെച്ച് കൊടുക്കുന്നതല്ലേ, സുനിയുടെ മക്കൾക്ക് ഒരു വീട് വെച്ച് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ ആള് പറയുന്നു, പിന്നെന്താ സംശയം, തീർച്ചയായിട്ടും നൽകാമല്ലോ. അങ്ങനെ അയാളുടെ ഏക്കർ കണക്കിന് ഭൂമിയിൽ നിന്ന് ഒരു 6.5 സെന്റ് സ്ഥലം ഇവർക്ക് വിട്ടുകൊടുക്കുകയാണെന്നുള്ളതാണ്. ഇപ്പൊ ഏകദേശം എന്താ കാര്യം മനസ്സിലായില്ലേ? ഇനി പറയാൻ പോകുന്നത് ആ അച്ഛൻ എന്ന് പറയുന്ന ആ മഹാമനുഷ്യന്റെ മാസ്മരികമായിട്ടുള്ള ഇടപെടലുകളും മാസ്മരികമായിട്ടുള്ള ചതിക്കുഴിയെ കുറിച്ചുമാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ അനുജത്തിയായിട്ടുള്ള ഒരു മനുഷ്യത്തി, എന്തോ മീനമ്മയോ അങ്ങനെ എന്തോ ആണ് ആളുടെ പേര്. അവര് വയ്യാത്ത ഒരാളാണ്, അവർക്ക് മക്കളൊന്നുമില്ല. അവരെ നോക്കിയിരുന്നത് ഈ അച്ഛനാണ് കേട്ടോ. ഈ അച്ഛൻ ഒരു ഇടവകയിലെ അച്ഛനൊന്നുമല്ല, ഏതോ ഒരു അച്ഛൻ. ഈ അച്ഛൻ അവരെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടിയിട്ട് ഏകദേശം ഒരു 6 ആധാരപ്രകാരം, പവർ ഓഫ് അറ്റോർണി പ്രകാരം ആ അമ്മച്ചിയുടെ കയ്യിലുള്ള സ്വത്ത് മൊത്തം കൈക്കലേക്കാക്കുകയാണ് കേട്ടോ. അതായത് ഈ കൈക്കലാക്കിയ സ്വത്തിൽ നിന്നാണ് സുനിയുടെ മക്കൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ ഈ അമ്മച്ചി കോടതിയിൽ ഒരു പരാതി കൊടുക്കുകയാണ്, എൻ്റെ സ്വത്തെല്ലാം കൈക്കലാക്കി അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് അങ്ങോട്ട് കോടതി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു കാലയളവിൽ തന്നെയാണ് ഈ പറയുന്ന സുനിയുടെ മക്കൾക്ക് ഈ വീട് എഴുതി കൊടുത്തിട്ടുള്ളത്. അത് എന്താണ് അതിന്റെ ലൂപ്പ് പോയിന്റ് എന്ന് എനിക്ക് അറിയാം, പക്ഷെ ഈ കഥയിൽ ഞാൻ പറയുന്നില്ല. വിത്ത് എവിഡൻസ് ഇത് ആർക്കെങ്കിലും കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ വരുമല്ലോ. അപ്പൊ വിത്ത് എവിഡൻസ്, കോടതി പേപ്പർ സഹിതം ഉള്ള റിയൽ സ്റ്റോറി ഞാൻ പറയാം. ഇപ്പൊ ഒരു സാങ്കല്പിക സ്റ്റോറി മാത്രമാണെന്നുള്ളതാണ്. അങ്ങനെ ഈ അമ്മച്ചി അവസാന കാലഘട്ടത്തിൽ വയ്യാറായി, 83 വയസ്സോളായിട്ടുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പട്ടിണി കിടന്നിട്ട് മരിച്ചു എന്നൊക്കെയാണ് അവരുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ പറയുന്നത്. അതിന്റെ ശബ്ദ സന്ദേശം കയ്യിലുണ്ട് കേട്ടോ.
അങ്ങനെ അവൻ തട്ടിയെടുത്താണ്, അതിന് സംശയമൊന്നുമില്ല. അമ്മച്ചിയെ പട്ടിണി കിടന്ന് ചാവുകയും ചെയ്തു, അതൊക്കെ സത്യം തന്നെയാണ്. അങ്ങനെ ആ ഒരു സ്ത്രീ അവസാന കാലഘട്ടത്തിൽ കോടതി കയറി ഇറങ്ങി അങ്ങ് മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ വിചാരിച്ചു കേസ് തീർന്നു എന്നുള്ളത്. ഇത് സിവിൽ കേസും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സെക്ഷൻ ഉണ്ട്, വയോധികർക്ക് കേസ് കൊടുക്കാൻ പൈസ ഒന്നും വേണ്ട, കോടതി വാദിച്ചോളൂ എന്നുള്ളതാണ്. ആ ഒരു കേസാണ് അമ്മച്ചി കൊടുത്തത് കേട്ടോ. അങ്ങനെ അച്ഛൻ രക്ഷപ്പെട്ടു എന്ന് കരുതി ആ ഒരു സമയത്ത് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് കേട്ടോ. ആ ഏക്കർ കണക്ക് ഭൂമിയിൽ ഏതോ ഒരു വ്യക്തി കുറച്ച് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തു. അത് കൈക്കലാക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ മരണപ്പെട്ടുപോയ അമ്മയുടെ ഫാമിലിയിലുള്ള മറ്റാരൊക്കെയോ ചേർന്നുകൊണ്ട് കേസ് വീണ്ടും റീഓപ്പൺ ചെയ്തു. സ്റ്റേ ആയി. ഈ സ്റ്റേ ആവുന്ന സമയത്തിന്റെ ഇടയിൽ നടക്കുന്ന സമയത്താണ് കേട്ടോ പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസിലൊക്കെ ചെന്നിട്ട് ഈ പേപ്പറൊക്കെ റെഡിയാക്കിയിട്ട് സുനിയുടെ മക്കൾക്ക് അത് കൊടുക്കുന്നത്. ആരുടെ മക്കൾക്ക്? സുനിയുടെ മക്കൾക്ക്. അതങ്ങനെ അവരുടെ കയ്യിലാണ്. അവർക്ക് ഇതിന്റെ ലൂപ്പ് പോയിന്റ് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ക്രയ മറ്റുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അതിലൊരു ചെറിയ പയ്യനുള്ളത് കൊണ്ടേ കുട്ടിക്ക് ഒരു 18 വയസ്സൊക്കെ ആവുന്നത് വരെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോഴും അവകാശം ചേട്ടായിയുടെ കയ്യിൽ തന്നെയാണ്, അച്ഛൻ്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ കേസ് ഒരു സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ അഡ്വാൻസ് തന്ന ആളുടെ പൈസയും വെള്ളത്തിലിട്ട വര പോലെയായി, അത് കാണാതായി എന്നുള്ളതാണ്. അങ്ങനെ ഏതോ ഒരു അമ്മച്ചിയുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയ സ്വത്തിൽ നിന്നാണ് ഇപ്പൊ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ദാനമാണ്. എൻ്റെ പടച്ച തമ്പുരാനെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. അതാണ് കഥ. എന്തായാലും കഥ അടിപൊളി കഥയല്ലേ. അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 ഓഗസ്റ്റിലൊക്കെ അവരോട് പറഞ്ഞ 3 മാസത്തിനുള്ളിൽ കേസിൻ്റെ ഒരു തീർപ്പാവണം എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീടുള്ള നീക്കുപോക്കുകളൊക്കെ കോടതിയിൽ തന്നെ പേപ്പർ കിടക്കുന്നുണ്ട്, നീങ്ങിയിട്ടില്ല. അതായത് ഡിസ്പോസ്ഡ് ആയിട്ടില്ല. ഇപ്പോഴും കേസ് അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനിടയിലാണ് ഈ മരണപ്പെട്ടുപോയ സുനിയുടെ ഭാര്യ സുന, ഈ സുന എന്തൊക്കെയോ ഈ വീട് വെക്ക സ്ഥലം തന്ന അച്ഛനുമായിട്ട് എന്തൊരു കൊമ്പ് ഓർക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി നിരന്തരമായിട്ട് അച്ഛൻ അങ്ങനെ അപമാനിച്ചു കൊണ്ടിരിക്കുക. ആ സമയത്ത് അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് യൂട്യൂബർമാരൊക്കെ കേരളത്തിലുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ആളുകൾ. ഇപ്പൊ അവരൊന്നും ഇല്ല, അത് വേറെ കാര്യം, പറഞ്ഞു തരാം. അങ്ങനെ ഈ സുന എന്തൊക്കെയോ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നിലവിൽ ഒരു സിവിൽ കേസ് ആയിട്ട് കിടക്കുന്ന ഭൂമിക്ക് അത് എൻ്റെ ഭൂമിയാണ്, എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് സുനക്ക് ഈ അച്ഛൻ ഒരു വക്കീൽ നോട്ടീസ് അയക്കുകയാണ്. കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി ഇത് എടുക്കുമോ? ഇല്ല. നിലവിൽ അവിടെ ഏക്കർ കണക്കിന് ഭൂമി, ഈ സുനക്ക് പോലും നൽകിയ ഭൂമി, അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതായത് വീട്ടു നമ്പർ ഇപ്പോഴും കിട്ടിയിട്ടില്ല. കാരണം കേസിൽ നടക്കുന്ന ഒരു ഭൂമിയിൽ എങ്ങനെ വീട്ടു നമ്പർ കിട്ടുകയല്ലേ. അത് വേറെ സൈഡിൽ കിടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കാവേ. അങ്ങനെ സുനക്കെതിരെ ഒരു കേസ് കൊടുത്തു, അത് കോടതിയിൽ കിടക്കുന്നുണ്ട്. നിലവിൽ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവം ആ സുനിയുടെ മക്കളും സുനയൊക്കെ ചിലപ്പോൾ ഈ കേസെങ്ങാനും അച്ഛൻ്റെ കയ്യിൽ നിന്നും പോയിട്ട് അതിൻ്റെ യഥാർത്ഥ ഓണർമാർക്ക് ആ ഭൂമി തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇവരിറങ്ങേണ്ടി വരും. എന്ത് നല്ല വിരോധാഭാസമായ കാര്യം. പക്ഷെ ആളൊരു വടി അങ്ങ് മുന്നേ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓടുന്ന പട്ടിക്കൊരു മുഴം മുന്നേ എന്നൊക്കെ പറഞ്ഞതുപോലെ 15 വർഷത്തിനറ്റം ഇത് തൊട്ട് കളിക്കാൻ പറ്റില്ല. 15 വർഷത്തിനാ തോന്നുന്നു. ആ ഒരു സാധനത്തിന്റെ ഇടയിൽ കേസ് ശരിയാവും എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അത് പോയി. അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു. സുന എന്ന് പറയുന്ന ഈ വ്യക്തി അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി. ഈ ഒരു പ്രശ്നം നടക്കുമ്പോഴും വൈറൽ തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. ഒരുപാട് പോഴത്തരങ്ങളും ഊളത്തരങ്ങളും മണ്ടത്തരങ്ങളും പ്രഹസനങ്ങളൊക്കെ കാണിച്ച് അവരൊരു സൈഡ് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിരുന്നു. നെഗറ്റീവ് എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്നവർ പഠിച്ചു, നെഗറ്റീവ് എങ്ങനെ പൈസയാക്കാമെന്നവർ പഠിച്ചു. അങ്ങനെ അഹങ്കാരം തലക്കടിച്ചിട്ടും പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ കൈയടക്കി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയാത്ത രീതിയിൽ സുനയെ മാത്രമേ നമ്മൾ കണ്ടിരുന്നുള്ളൂ എന്നുള്ളതാണ്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഏതോ ഒരു കുമാർ എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഒരു കാര്യം പറഞ്ഞു. ആവശ്യമില്ലാത്ത ശരീരം പ്രദർശിപ്പിച്ച് നടക്കുന്ന ആളുകൾക്ക് അവിടെ എന്തോ അസുഖം വരും എന്നുള്ളതൊക്കെ. അതേ അസുഖമൊക്കെ ബാധിച്ചു, അവർ കിടപ്പിലായി. പിന്നീട് ഏതോ ഒരു സാഹചര്യത്തിൽ ഈ അച്ഛന് അവരോട് സഹതാപം തോന്നി. നോക്കണം, ഏതോ ഒരു സാഹചര്യത്തിൽ അവർക്ക് സഹതാപം തോന്നി. നിലവിൽ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടടേ. നിങ്ങളെ മനസ്സിൽ കിടക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ, അതിന് മാറ്റൊന്നും വേണ്ട. നിങ്ങളെ മനസ്സിൽ കിടക്കുന്നത് എനിക്ക് എങ്ങനെ അറിയാലേ, പക്ഷെ അതാണ് എനിക്ക് അറിയാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ അവർ സുനയുടെ സപ്പോർട്ടായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന സുനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള അസുഖങ്ങൾ ആർക്കും വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചതിയിലും ആരും പെടരുതേ എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയുടെ പറമ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടദാനം തരാം, ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 6 പവർ ഓഫ് അറ്റോർണിയിലൂടെയാണ് ആ ഒരു സ്ഥലമെല്ലാം വാങ്ങിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. കേസ് നടക്കുന്നുണ്ട് കേട്ടോ. ഇനി കാര്യത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സാങ്കല്പിക കഥയാണല്ലോ. ഈ സാങ്കല്പിക കഥ വേണമെങ്കിൽ റിയൽ സ്റ്റോറി ആക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഒറിജിനൽ ആളുകൾക്ക് പൊള്ളി അവരെന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ, ചില ആളുകൾ ഇടക്കിടക്ക് പറയും ഞാൻ അങ്ങനെ പറയും, ഞാൻ ഇങ്ങനെ പറയും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ
ഐ ഹാവ് ഫുൾ എവിഡൻസ്, കോടതി പേപ്പേഴ്സ് വിത്ത് സൗണ്ട് റെക്കോർഡിങ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവർ നൽകിയ ആ ഒരു പവർ ഓഫ് അറ്റോർണി എല്ലാം നമ്മുടെ കൈകളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തികച്ചും ഒരു സാങ്കല്പിക കഥ മാത്രമായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ വെക്കാം, വേണമെങ്കിൽ കാര്യമാക്കി എടുക്കാതെ നിങ്ങളുടെ താല്പര്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ കഥയിലെ സന്ദർഭങ്ങളോ ഈ കഥയിലെ കഥാപാത്രങ്ങളോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായിട്ടുള്ള ആളുകളോട്ട് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നലുകൾ മാത്രമാകും. അത്രേ എനിക്ക് പറയുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, വേണമെങ്കിൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. സഹായിക്കുമ്പോൾ അത് നന്മ നിറഞ്ഞ കൈകൾ കൊണ്ട് സഹായിക്കണം. ഒരു കൈ കൊടുക്കുമ്പോൾ മറ്റേ കൈ അറിയരുതെന്ന് പറയുന്നത് പോലെ തന്നെ നന്മ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ഉപദ്രവിക്കാൻ പോകരുത്. സുനയാണെങ്കിലും സുനിയാണെങ്കിലും ശരി, അച്ഛനാണെങ്കിലും ശരി, അപ്പം തിന്നാൽ മതി, കുഴി എണ്ണണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.